നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അമേരിക്കയിലാണ്. നേരിട്ട് യുദ്ധത്തിൽ ചേരണോ വേണ്ടയോ എന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ തീരുമാനം എടുക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ ചർച്ചകളിലൂടെ നിറവേറ്റാൻ കഴിയുമെന്ന് ട്രംപ് ഇപ്പോഴും സാധ്യത കാണിക്കുന്നുണ്ട്. ഇറാനു നേരെയുള്ള പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിനുള്ള സമയപരിധി നീട്ടിക്കൊണ്ടാണ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിനിറ്റ് പ്രഖ്യാപനം നടത്തിയത്. അതേസമയം ഇസ്രായേലിന് ലഭിക്കുന്ന ഏതൊരു സഹായത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഈ യുദ്ധത്തിലൂടെ ലോകത്തിന്റെ മുഖം മാറ്റുമെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം തന്നെ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവ് കാണുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഇടപെടരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് അപലപിക്കുകയും ചെയ്തു. ഇതിനിടയിൽ യുദ്ധത്തിന്റെ 8ാം ദിവസമായപ്പോഴേക്കും ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ ഒരു വലിയ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. രാത്രി വൈകി ഇസ്രായേൽ വീണ്ടും ഇറാനിയൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചു. അതിൽ നിരവധി ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ എഞ്ചിനീയറിംഗ് സൈറ്റ് ഇസ്രായേൽ ആക്രമിച്ചു. അവിടെ ഡസൻ കണക്കിന് ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും സജീവമാണ്. വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ ഇതുവരെ ഇസ്രായേലിനെതിരെ 100 കണക്കിന് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ സൈന്യം അവയെ ആകാശത്ത് തന്നെ നശിപ്പിച്ചു. ഇസ്രായേലിന്റെ വ്യോമസേനയും നാവികസേനയും ചേർന്ന് 95% വ്യോമാക്രമണങ്ങൾ വിജയകരമായി നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി യൂറോപ്പ് പര്യടനം നടത്തുന്നുവെന്നാണ് മറ്റൊരു കാര്യം. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാജി ജനീവയിൽ ഫ്രാൻസിസ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. അതേസമയം അമേരിക്ക സംഘർഷത്തിൽ ഇടപെടാതിരിക്കാം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ US ഇടപെട്ടാൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഈ പ്രതികരണം നടത്തുകയായിരുന്നു. ഞാനത് ചെയ്തേക്കാം, ചെയ്യാതിരിക്കാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിൽ US പങ്കാളിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഡൊണാൾഡ് ട്രംപ് ഇതാണ് പറഞ്ഞത്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വൈറ്റ് ഹൗസിലേക്ക് എത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുള്ള സമയം വൈകിപ്പോയി. മരണങ്ങൾക്കും നാശങ്ങൾക്കും മുൻപ് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് ചർച്ച നടത്തിയില്ലെന്ന് ഞാൻ ചോദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു കൃത്യമായ മറുപടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.